ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും സജൂസ് ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പഞ്ഞി പോലെ സോഫ്റ്റായ അപ്പവും ഈസ്റ്റ്, സോഡ ഇങ്ങനെയുള്ള യാതൊരു സാധനവും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന നല്ലൊരു ചേരുവ ചേർത്തിട്ടാണ് ഞാൻ ഈ അപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുപോലെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും നല്ല പെർഫെക്റ്റായി കിട്ടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി എടുക്കാം. ഇനി ഇതൊരു 3-4 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് നമ്മൾ കുതിർത്തിയെടുക്കേണ്ടത്. അപ്പോൾ പച്ചരിയിലുണ്ടാവുന്ന പശപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും. നമ്മളുണ്ടാക്കുന്ന റെസിപ്പി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്കിതൊരു 3-4 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അരിയുടെ മുകളിൽ കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മളിത് നന്നായിട്ട് കുതിർത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോഴായാലും ഒട്ടും തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു 6 മണിക്കൂറെങ്കിലും നമ്മൾ നന്നായിട്ട് കുതിർത്തിയെടുക്കാം. അപ്പോൾ ഞാൻ 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇനി ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം 1 കപ്പ് തേങ്ങ കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ തേങ്ങ നമുക്കിതിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കൊരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3 ചെറിയ ഉള്ളി കൂടി ചേർക്കാം. ഇപ്പോൾ ഇതിൽ ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വലുപ്പത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് അപ്പം നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഈ വെള്ളമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടന്നിരിക്കുന്ന തേങ്ങ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കൊഴുത്ത് വന്നിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് 2 വീഡിയോയിൽ ഞാനത് നന്നായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയവർ അത് അവോയ്ഡ് ചെയ്യുക. അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇത് കാണിക്കുന്നത്. അപ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് നമ്മൾ വെള്ളം എടുക്കുമ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ കുറച്ച് കരടൊക്കെ ഉണ്ട്, അത് മാറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു ദിവസം ഞാൻ ഇതുപോലെ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എടുക്കുന്ന തേങ്ങയുടെ വെള്ളമൊക്കെ ഇതിലേക്ക് തന്നെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്നത് നമുക്ക് എടുക്കുകയും ചെയ്യാം. അതിനുശേഷം അത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയും ചെയ്യാം. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് നല്ല കള്ള് പോലെ ആയി കിട്ടും കേട്ടോ. ഇതുപോലെ നല്ല കൊഴുത്തതാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഞാൻ തേങ്ങ വെള്ളത്തിൽ മാത്രമാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമൊക്കെ ആയിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ മാവ് ചൂടായി പോകാൻ പാടില്ല. അങ്ങനെ ആയാൽ അപ്പത്തിനൊരു പുളിപ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അതത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. മാവ് നന്നായിട്ട് പൊങ്ങിയൊന്നും വരില്ല. ഞാനിപ്പോൾ ഇത് ഈ അളവിൽ ഒരു വലിയ ജാറിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റത്തവണ തന്നെ അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെടുക്കുന്ന തേങ്ങ വെള്ളം നല്ല തേങ്ങയുടെ വെള്ളമായിരിക്കണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടന്ന് കിട്ടുകയുള്ളൂ, നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ കരടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറ്റണം. അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ വെള്ളത്തിന് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. നല്ല വൈറ്റ് കളറിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ മാവ് കിട്ടേണ്ടത് കേട്ടോ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനൊരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 8 മുതൽ ഒരു 10 മണിക്കൂറെങ്കിലും നമ്മൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസ്റ്റിൻ്റെയോ സോഡയുടെയോ അങ്ങനെയൊന്നും യാതൊരു ആവശ്യമില്ല. ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
ഇനി നമ്മൾ ഓവറായിട്ട് അങ്ങനെ മിക്സ് ചെയ്യരുത്. അങ്ങനെ ആവുമ്പോൾ മാവ് പെട്ടെന്ന് താഴ്ന്നു പോയിട്ട് പിന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ടായിരിക്കും ഇരിക്കുക. അതിൻ്റെ ആ സോഫ്റ്റ്നെസ് ഒക്കെ പോയിട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ അതിൽ നിറയെ ഹോൾസുകളൊക്കെ വരാൻ തുടങ്ങും. അപ്പം ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് ഇതുപോലെ ഇങ്ങനെ ഹോൾസുകളൊക്കെ വരുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഒരേ ചൂടിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കുക. അങ്ങനെയൊന്നും ചെയ്യാതെ ഒരേ ചൂടിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഹോൾസുകളൊക്കെ കുറച്ചൊന്ന് വന്നതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അതിന് ശേഷം ഇതുപോലെ നമുക്കിത് എടുത്തു മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എണ്ണയൊന്നും തൂവാതെ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പച്ചട്ടിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടേക്ക് ഇതിനെ ജീരകവും അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഇവിടേക്ക് അപ്പം എന്നാണ് പറയാറുള്ളത്. ചിലയിടത്ത് ഇതിന് വെള്ളപ്പം എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർക്കാം. എന്നിട്ട് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് 2 സവോള ഇതുപോലെ കനം കുറച്ചരിഞ്ഞത് ചേർക്കാം. ഒരു 2-3 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ ചെറിയൊരു പീസ് കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ല ഫ്ലേവറിന് ഒരു 2-3 ഗ്രാമ്പൂ അതുപോലെ തന്നെ 2 ഏലക്കായ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വഴന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർക്കാം. പിന്നെ ഒരു എരിവിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്കൊരു 3-4 പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ അധികം ചേർക്കണ്ട. നമ്മൾ അധികം മഞ്ഞ കളറുള്ള കറിയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇനി 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഗരം മസാല കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരല്പസമയം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ തേങ്ങാപ്പാൽ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ ചിരകിയത് ഒരല്പം വെള്ളം ചേർത്തിട്ട് അരച്ച് അതിൻ്റെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1.5 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ചൊന്ന് ലോ ആക്കി വയ്ക്കുക. അതിനുശേഷം തേങ്ങാപ്പാൽ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും ഉപ്പ് വേണോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി പുഴുങ്ങിയ മുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് ഇങ്ങനെ ഒരു 3-4 വരെയൊക്കെ വരഞ്ഞ് കീറിയെടുത്തിരിക്കുന്നതാണ്. അതങ്ങനെ മുഴുവനായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ മുട്ടയൊക്കെ എത്ര വേണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ കറി എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിക്കും അതുപോലെ ഇടിയപ്പത്തിനും എല്ലാം പറ്റുന്ന, ദോശയ്ക്കൊക്കെ പറ്റുന്ന നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, തേങ്ങാവെള്ളം എടുക്കുമ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് എടുക്കുക. അതുപോലെ തന്നെ മാവ് അരയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. അപ്പം ഇനി നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.